ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണർ ഹിയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രോസൺ കോർൺ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് 6 മന്ത് കൂടുതൽ ഒരു കേടും കൂടാണ്ട് ഫ്രഷ് ടേസ്റ്റിൽ തന്നെ എങ്ങനെയാ വീട്ടിൽ തന്നെ കോർൺ സ്റ്റോർ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇത്. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കൂടുതൽ കോർൺ മേടിക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ കോർൺ കൊണ്ടുവന്ന് 2 days ആയിട്ടുണ്ടായിരുന്നു. അതാണ് കോർൺ കുറച്ച് ചുരുങ്ങിപ്പോയത്. മേടിച്ചപ്പോൾ തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊന്നും ചുരുങ്ങത്തില്ല. കോർൺ നമുക്ക് ഓരോന്നായി വിടർത്താൻ വേണ്ടിയിട്ട് പീലറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കൈകൊണ്ട് തന്നെ പൊട്ടിപ്പോവാണ്ട് നീറ്റായി വിടർത്തിയെടുക്കലാണ്. അതേപോലെ ഒരിക്കലും നൈഫ് കൊണ്ടൊന്നും വിടർത്തിയെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കോർണിൻ്റെ വെള്ളം പൊട്ടിപ്പോവും. സോ വെള്ളം പുറത്ത് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ ഒരു കോർണിൻ്റെ ഫ്രഷ് ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഞാനിവിടെ കാണിക്കുന്ന ഏത് മെത്തഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വിടർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എല്ലാ കോർണും വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഇതേപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗാണ്. നമ്മൾ ലോങ് ടൈം സ്റ്റോറേജിന് വേണ്ടിയിട്ട് എന്നും നല്ല ക്വാളിറ്റി പൈപ്പിംഗ് ബാഗ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ വിടർത്തി വെച്ച കോർണ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. വാഷ് ചെയ്യേണ്ടയോ അതേപോലെ സ്റ്റീം ചെയ്തെടുക്കേണ്ടയോ ഒരു ആവശ്യമില്ല കേട്ടോ. ഇനി കവറിൽ എക്സസ് ആയിട്ടുള്ള എയർ റിമൂവ് ചെയ്ത് മാത്രം കളഞ്ഞാൽ മതി. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ എത്ര ടൈം വേണേലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കോർൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്താ റെസിപ്പി ചെയ്യാനുള്ളത് അത് ഡയറക്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് വാഷിൽ തന്നെ ഇതിൻ്റെ ഐസ് എല്ലാം വിട്ടു പോരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.